ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് നല്ല ഈസി ആയിട്ടുള്ള നമുക്ക് ഇഫ്താറിനൊക്കെ പറ്റി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു നല്ലൊരു സ്നാക്കായിട്ടാണ്. അത്യാവശ്യം നല്ല സ്പൈസിയാണ്. ചിക്കൻ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ ഉണ്ടാക്കുന്ന ഒരു സ്നാക്കാണിത്. ഇപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് സാധനങ്ങളൊക്കെ കിട്ടാനുള്ള ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിപ്പോൾ വളരെ കുറച്ച് പീസ് എല്ല് കളഞ്ഞ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. അടിച്ചെടുത്ത ചിക്കൻ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു പച്ചമുളകും ഒരു തണ്ട് കറിവേപ്പിലയും അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത്, ചെറിയ സവാളയാണ്. ഒരു ടീസ്പൂൺ മുളക് പൊടി ചൂടാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് വേറെ വേവിച്ചെടുക്കുന്നൊന്നുമില്ല, ഇതുപോലെ തന്നെയാണ് ഫില്ല് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കൊരു മാവ് കുഴച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പം 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടീസ്പൂൺ ഡാൽഡ എടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നമുക്കൊന്ന് പുട്ടിന് കുഴച്ചെടുക്കുമ്പോൾ ആദ്യം ഒന്ന് കുഴച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. അത്യാവശ്യം ഒരു ചപ്പാത്തിൻ്റെ വലുപ്പത്തിൽ തന്നെ പരത്തിയെടുക്കണം. ഇത് നന്ന തിന്നായിട്ട് പരത്തിയെടുക്കരുത്, കുറച്ച് കനത്തിൽ തന്നെ പരത്തിയെടുക്കാം. അപ്പോൾ നമ്മൾ നല്ല തിന്നായിട്ട് പരത്തിയെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ എണ്ണയിലിടുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ നിന്നൊന്ന് പൊട്ടിയിട്ട് എണ്ണ കയറാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുറച്ച് കട്ടിക്ക് തന്നെ പരത്തിയെടുക്കണം. ഇതിപ്പോൾ എല്ലാം പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിപ്പോൾ ഈ ഒരു അച്ച് വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള ഷേപ്പിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഫില്ലിങ് വെക്കുന്ന സമയത്ത് കുറച്ച് കൂടുതൽ തന്നെ വെച്ച് കൊടുക്കണം. നമ്മൾ ഇതിലുള്ള സവാളയൊന്നും വേവിക്കാത്തതായതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോൾ ഇത് ഫ്രൈ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇതെല്ലാം ഒന്നും കൂടി ഉണ്ടാവും. ചുരുങ്ങിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ മസാല കുറച്ച് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെന്ത് കഴിയുമ്പോൾ അതിലൊന്നും ഉണ്ടാവില്ല കാണാൻ വേണ്ടിയിട്ട്. അപ്പം കുറച്ച് നല്ലപോലെ തന്നെ ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടാവും, പച്ച ചിക്കനാകുമ്പോൾ വെന്ത് കിട്ടുമെന്ന്. നല്ലപോലെ വെന്ത് കിട്ടും. ഞാനൊരു ഈസി ആയിട്ടുള്ളൊരു സ്നാക്ക് ഉണ്ടാക്കണമെന്ന് തോന്നിയപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കിയതാണ്. അപ്പോൾ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു വെന്ത് കിട്ടുമെന്ന്. അപ്പോൾ ഇല്ല, നല്ലപോലെ വെന്തിട്ടുണ്ട്, നല്ല ടേസ്റ്റുമാണ്. ഇപ്പോൾ ഫുള്ളായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് ഒരു മുട്ടയുടെ വെള്ളയും 1 ടീസ്പൂൺ കോൺഫ്ലവറും 1 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് മുക്കിയിട്ട് നമുക്ക് ബ്രെഡ് ക്രംസിനും കൂടി ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ മുട്ടയുടെ മഞ്ഞ എടുക്കാറില്ല. മുട്ടയുടെ മഞ്ഞ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എണ്ണ പെട്ടെന്ന് കരിഞ്ഞു പോകും, പതഞ്ഞ് പൊന്തുകയും ചെയ്യും. അപ്പോൾ മുട്ടയുടെ മഞ്ഞ എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ കോൺഫ്ലവർ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ നല്ലപോലെ ക്രിസ്പി ആയിട്ട് കിട്ടുകയും ചെയ്യും. നമുക്ക് ഫുള്ളായിട്ട് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഫുള്ളായി ഉണ്ടാക്കി കഴിഞ്ഞു. നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഓരോന്ന് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഒന്ന് കൈ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണം.
അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഈ ബ്രെഡ് ക്രംസ് ഒന്നും അധികം എണ്ണയിലേക്ക് വീഴില്ല. ഇപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ മാത്രമേ ഇതിൻ്റെ ഉള്ളിലുള്ള ചിക്കനൊക്കെ വെന്ത് കിട്ടുള്ളൂ. ഇപ്പോൾ ഒരു സൈഡ് വെന്തിട്ടുണ്ട്. ഇത് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു സൈഡ് ഏകദേശം ഒരു 4 മിനിറ്റെങ്കിലും വേവിച്ചെടുക്കണം. അതേപോലെ 2 സൈഡും 4 മിനിറ്റ് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മളിതൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഇതിൻ്റെ ഉള്ളൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ക്രിസ്പിയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് മറ്റൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.